ഇന്ന് നമുക്ക് ട്രഡീഷണൽ കാഞ്ചീപുരം സാരീസിൻ്റെ സെമിയിൽ വരുന്ന കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രഡീഷണൽ കാഞ്ചീപുരം സാരീസ് ഇങ്ങനെ കോൺട്രാസ്റ്റ് ബോർഡറൊക്കെ ആയിട്ട് ഒരു സെറി പാറ്റേൺ ബോർഡർ വീവ് ഒക്കെ വന്നിട്ടുള്ള സാരീസാണ്. അതിൻ്റെ തന്നെ സെമിയിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ക്ലാസ് ലുക്ക് കിട്ടുന്ന സാരീസാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2580 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അവർക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ മന്തും നമ്മൾ ആ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പം ഓരോ പ്ലാറ്റ്ഫോമിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഉള്ള 3 പേർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 9 പേർക്ക് നമ്മൾ എല്ലാ മാസവും ഗിവ് അവേയുടെ പ്രൈസസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ സാരി ഗിവ് അവേ വീഡിയോൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. യൂട്യൂബിലെ നമ്മുടെ 3 വിന്നേഴ്സിനെ ഈ വീഡിയോ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഈ ഓരോ സാരി വെച്ചായിരിക്കും ഓരോ വിന്നറിനും കിട്ടുക. ഫസ്റ്റ് വിന്നർ പ്രൊഫൈൽ നെയിം കാണിച്ചു തരാം. അപ്പോൾ ഇതാരാണോ വിന്നർ അവർ നമുക്ക് ഇതയക്കുക, വാട്സാപ്പ് മെസ്സേജ് അയക്കുക അവരുടെ അഡ്രസ്സോടെ. അപ്പോൾ നമ്മൾ ആ അഡ്രസ്സിലേക്ക് സാരീസ് അയച്ചു തരുന്നതായിരിക്കും. ഫസ്റ്റ് വിന്നർ അവരുടെ പ്രൊഫൈൽ നെയിം ഗിഫ്റ്റി എന്നാണ് പ്രൊഫൈൽ നെയിം വരുന്നത് ഫസ്റ്റ് വിന്നറിൻ്റെ. സെക്കൻഡ് വിന്നറിൻ്റെ പ്രൊഫൈൽ നെയിം ശ്രീലത സെക്കൻഡ് വിന്നർ. തേർഡ് വിന്നർ മെരിയ ജേക്കബ്, തേർഡ് വിന്നർ. ഓരോ മാസവും നമുക്കിതേപോലെ ഗിവ് അവേ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഗിവ് അവേയിൽ ജയിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി. മെയിനായിട്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഒറ്റ കാര്യമല്ല, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബിലാവുമ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ എല്ലാ റെഗുലർ വീഡിയോസിനും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ 3 സാരീസാണ് ഈ പ്രാവശ്യം നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് നമുക്ക് ഒരു കാഞ്ചി മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ശരിക്കും നമ്മുടെ ട്രഡീഷണൽ കാഞ്ചീപുരം സാരീസിൻ്റെ അതേ പാറ്റേണിൽ സെമിയിൽ വന്നിരിക്കുന്ന പുതിയ കളക്ഷൻസാണ് നമുക്കിത്. ഇത് സാരി നമ്പർ 1 ആണ്. എല്ലാ സാരീസിനും നമ്പർ കൊടുത്തിട്ടുണ്ട്. സാരി നമ്പർ 1 വരുമ്പോൾ ഒരു കാഞ്ചി മെറൂൺ വിത്ത് ഗ്രീൻ ബോർഡർ, 2 സൈഡിലും ബോർഡേഴ്സ് വരും. ഫുൾ ബോഡി ഇങ്ങനെ തന്നെ, ബോഡി പ്ലെയിൻ ആയിരിക്കും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണിയുടെ ഡിസൈൻ വരുന്നത്. ടാസൽസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസ് ഇങ്ങനെ ഒരു ബ്രൊക്കേഡ് ഒരു വ്യൂ പാറ്റേണിൽ ഇതേപോലെയാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറും വരും. അപ്പോൾ നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു കാഞ്ചീപുരം സാരിയൊക്കെ ഉടുക്കുന്ന അതേ ലുക്കിൽ നിൽക്കും കേട്ടോ. 2580 റേഞ്ചിൽ നല്ലൊരു റിച്ച് ലുക്ക് തോന്നുന്ന സാരീസാണ്. നല്ല മെറ്റീരിയലുമാണ്, നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. സാരി നമ്പർ 1. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഗ്രേ ആൻഡ് ഒരു മെറൂൺ റെഡ് കോമ്പിനേഷൻ. ഗ്രേ ആൻഡ് മെറൂൺ റെഡ് കോമ്പിനേഷൻ സാരി നമ്പർ 2. ഇത് കണ്ടോ, ഗ്രേ ആൻഡ് മെറൂൺ റെഡ്. ഇത് ഇങ്ങനെ വയ്ക്കും, നല്ല ഭംഗിയല്ലേ. മുന്താണി വരുമ്പോൾ ഇതാണ് ആ ഒരു മെറൂൺ റെഡ് കോമ്പിനേഷനിൽ വരുന്ന മുന്താണി. അതേപോലെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു ബ്രൊക്കേഡ് പാറ്റേണിൽ വരുന്ന നല്ല ഭംഗിയാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ കാണാനും. 2508 സാരി നമ്പർ 2. നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല സാരീസാണ് കേട്ടോ. സാരി നമ്പർ 3. സാരി നമ്പർ 3 ഒക്കെ നോക്കിയാൽ മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഒരു ബ്രൗൺ, മസ്റ്റേർഡ് യെല്ലോ വിത്ത് ബ്രൗൺ. ഇതാണ് മുന്താണിയുടെ ഡിസൈനൊക്കെ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. 2580 സാരി നമ്പർ 3. സാരി നമ്പർ 4 നല്ലൊരു റോയൽ ബ്ലൂ, ഒരു കിങ്ഫിഷർ ബ്ലൂ, ആ ഒരു ടോൺ കേട്ടോ. അതിനകത്തൊരു മെറൂൺ റെഡാണ് കോമ്പിനേഷൻ. സാരി നമ്പർ 4 ഒരു മെറൂൺ റെഡ് കോമ്പിനേഷൻ. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 4. സാരി നമ്പർ 5 വരുമ്പോൾ ഒരു ക്രീം ആൻഡ് ഒരു അല്പം ഒരു റെഡിഷ് ഓറഞ്ച് ടോൺ, ക്രീം ആൻഡ്
ഒരു റെഡും സ്ലൈറ്റ്ലി ഓറഞ്ചും കൂടെ ചേർന്നിട്ടുള്ള ഒരു ടോൺ. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. ക്രീമിൻ്റെ ഇവിടെ ഈ ഒരു കളർ ചേഞ്ച് വരുന്ന ബ്ലൗസ് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ബോഡി എക്സാക്ട് കളർ. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ നമുക്കത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ ആൻഡ് ഒരു പർപ്പിൾ ഷെയ്ഡ്. സാരി നമ്പർ 6 ബ്ലൂ ആൻഡ് പർപ്പിൾ ഉണ്ടോ. ഇതാണ് ഡിസൈൻ വരുന്നത്. മുന്താണി വരുമ്പോൾ ഇത് വരും. ചിലതൊക്കെ ബോർഡർ ഡിസൈനിലൊക്കെയുള്ള ചെറിയ വ്യത്യാസമാണ് കേട്ടോ. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. എന്നിട്ട് സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറും കൂടെ വരും. സാരി നമ്പർ 6 2580. നല്ല ലൈറ്റ് വെയ്റ്റ് ആട്ടോ. ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആണ്. അടുത്തത് സാരി നമ്പർ 7. അതേപോലെ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വിത്ത് ഒരു പർപ്പിൾ മറൂൺ കോമ്പിനേഷനാണ് ബോർഡർ വരുന്നത്. മുന്താണിയുടെ ഡിസൈൻ ഇങ്ങനെ വരും. ബ്ലൗസിൻ്റെ ഡിസൈൻ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു വാടാമുല്ല ആൻഡ് ഒരു പീകോക്ക് ബ്ലൂ പോലെയുള്ളൊരു ഷെയ്ഡ്. സാരി നമ്പർ 8. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. സാരി നമ്പർ 8 നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഉടുത്താൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലുമാണ്. നമ്മുടെ ആ ഒരു കാഞ്ചീപുരം സാരീസിൻ്റെയൊക്കെ അതേ പാറ്റേൺ, അതേ കളർ കോമ്പിനേഷൻ തന്നെ. ബോർഡർ ഡിസൈനും മുന്താണിയുടെ ഡിസൈനും വ്യത്യാസമുണ്ട്. സാരി നമ്പർ 9. സാരി നമ്പർ 9 ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ ഡിസൈൻ വരുന്നത്. കളർ കോമ്പിനേഷൻ സെയിം തന്നെയാണ്. മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണിയുടെ ഡിസൈൻ വരുന്നത്. ബ്ലൗസിൻ്റെ ഡിസൈൻ വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ. എന്നിട്ട് സ്ലീവ് ആൻഡ് ബോർഡർ വരും. സാരി നമ്പർ 9. സാരി നമ്പർ 10 വരുമ്പോൾ നല്ലൊരു ഗ്രീൻ ആൻഡ് ഒരു പർപ്പിൾ ബ്രൗൺ കോമ്പിനേഷൻ. നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ആട്ടോ ഇതൊക്കെ. സാരി നമ്പർ 10 ഗ്രീൻ ആൻഡ് പർപ്പിൾ ബ്രൗൺ കോമ്പിനേഷൻ. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതാണ്. ബ്ലൗസിൻ്റെയൊക്കെ ഡിസൈനാണെങ്കിൽ നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലും നല്ല ഡിസൈനും പാറ്റേണും. സാരി നമ്പർ 10. സാരി നമ്പർ 10. സാരി നമ്പർ 11 വരുമ്പോഴും നല്ലൊരു ഗ്രീൻ ആൻഡ് ഒരു പർപ്പിൾ പിങ്ക് ആ ഒരു കോമ്പിനേഷൻ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ആട്ടോ. സാരി നമ്പർ 11. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. ഈ ഒരു ഡിസൈൻ വരും. സ്ലീവ് എൻഡിൽ ഈ ബോർഡറും. സാരി നമ്പർ 11. സാരി നമ്പർ 12 വരുമ്പം അനദർ ഗ്രീൻ വിത്ത് ഒരു പർപ്പിൾ ബ്രൗൺ കോമ്പിനേഷൻ. സാരി നമ്പർ 12. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 12.
സാരി നമ്പർ 13 വരുമ്പോഴും ഗ്രീൻ തന്നെ. അതിൻ്റെ ബോർഡർ ഡിസൈനും മുന്താണിയുടെ ഡിസൈനും വ്യത്യാസമുണ്ട്. സാരി നമ്പർ 13 കളർ കോമ്പിനേഷൻ സെയിം തന്നെ. സാരി നമ്പർ 13. ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 13. സാരി നമ്പർ 14 വരുമ്പം ഒരു ക്രീം വിത്ത് റെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് റെഡ് അല്ല കേട്ടോ. ഒരു റെഡും പിങ്കും കൂടെയൊക്കെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ്. സാരി നമ്പർ 14. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് ഇങ്ങനെ വരും. ഒരു പിങ്കും റെഡും കൂടെ ചേർന്ന ഒരു ഷെയ്ഡാണ്. നല്ല രസമുള്ള ഷെയ്ഡാണ്. സാരി നമ്പർ 14. സാരി നമ്പർ 15. അതെ 15 വരുമ്പോൾ അല്പം ഒരു യെല്ലോ ഗ്രീൻ ബ്ലെൻഡ് ചെയ്തൊരു സ്റ്റോണില്ലേ, അങ്ങനത്തെ ഒരു സ്റ്റോൺ. 15 ഒരു സ്ലൈറ്റ്ലി ഒരു യെല്ലോയും കൂടെ ബ്ലെൻഡ് ചെയ്തൊരു ഗ്രീൻ. 15 ഇങ്ങനെയാണ്. അതിനകത്തും ഒരു വൈൻ മെറൂൺ ഷെയ്ഡിലാണ് ബോർഡർ വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. ബ്ലൗസിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും. സാരി നമ്പർ 15. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ട്രഡീഷണൽ കാഞ്ചീപുരം സാരീസിൻ്റെ സെമിയിൽ വന്നിരിക്കുന്ന, സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.